തൃപ്പൂണിത്തുറയിലെ ഇന്ത്യ സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചാരണ വിഷയമാകുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സഖ്യം കൈകൊടുത്ത് മറ്റ് മണ്ഡലങ്ങളിലും BJP ഉയർത്തും. CPM കോൺഗ്രസ് നേതാക്കൾ പലവട്ടം ചർച്ചകൾ നടത്തി രൂപപ്പെടുത്തിയ അവിശുദ്ധ സഖ്യം കോൺഗ്രസിനായിരിക്കും കൂടുതൽ ക്ഷീണമുണ്ടാക്കുക. തൃപ്പൂണിത്തുറ നഗരമേഖലയിലടക്കം കോൺഗ്രസിന്റെ സ്ഥിതി കൂടുതൽ ദുർബലമാവുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് രീതിയായിരിക്കില്ല നിയമസഭയിലേക്കെന്നും കോൺഗ്രസിന് വോട്ട് വർദ്ധിക്കുമെന്നുമാണ് പ്രാദേശിക നേതൃത്വം DCCക്ക് കൈമാറിയ റിപ്പോർട്ടെങ്കിലും നേതാക്കൾ തിരിച്ചടി ഭയക്കുന്നുണ്ട്. അവിശുദ്ധ സഖ്യം തിരിച്ചടിയായാൽ തൃപ്പൂണിത്തുറയിലെ മണ്ഡലം ഭാരവാഹികൾ മറുപടി നൽകേണ്ടി വരും. കേരളം ഒഴികെ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം മറയില്ലാതെയുള്ള ഇന്ത്യ സഖ്യം കേരളത്തിലുമുണ്ടെന്ന് BJPക്ക് തുറന്നു കാണിക്കാനുള്ള അവസരമാണ് ഇടതു വലതു മുന്നണികൾ തൃപ്പൂണിത്തുറയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. BJPക്ക് വലിയ വിജയസാധ്യതയുള്ള വാർഡുകളിൽ പരസ്പരം നടത്തിയ വോട്ടുമറിക്കലിന് പുറമെയായിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും മുനിസിപ്പൽ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്താൻ നടത്തിയ നീക്കങ്ങളും തിരിച്ചടിയാകുമെന്ന് കണ്ടുള്ള പിന്മാറ്റവും. എന്നാൽ രാഷ്ട്രീയ കരുനീക്കങ്ങൾ ഇവിടെയും അവസാനിപ്പിക്കാതെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്കും ഔഷധ സഖ്യം എത്തിക്കുകയായിരുന്നു. ഇതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരിടത്തും കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടെ പരസ്പരം മത്സരിക്കാനാകാതെ വോട്ടർമാർക്ക് മുന്നിൽ മറുപടിയില്ലാതെ നിൽക്കേണ്ട സ്ഥിതിയാണ് മുന്നണികൾക്ക്. ഇന്ത്യ മുന്നണി എന്ന അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ പരീക്ഷണശാലയായി തൃപ്പൂണിത്തുറ മാറുമ്പോൾ വോട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ LDFനും UDFനും കഴിയുന്നില്ല. വോട്ടർമാർ അത് തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമ്പോൾ വലിയ തിരിച്ചടി തന്നെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFനെയും UDFനെയും കാത്തിരിക്കുന്നത്. ജിതീഷ് കരുണാകരൻ, ജനം, കൊച്ചി.